വേറൊരു കാര്യം നാർസിസ്റ്റുകൾ ചെയ്തതായിട്ട് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മളിൽ നിന്നും അകറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ ഗേൾ ഫ്രണ്ട് നാർസിസ്റ്റാണ്. അപ്പോൾ അയാൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഈ ഗേൾ ഫ്രണ്ട് വരുന്നതിന് മുമ്പ് ഇയാൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഗേൾ ഫ്രണ്ട് ഓരോ ആൾക്കാരെയും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു, അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമില്ല, അവർ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നത്, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിങ്ങനെയാണ്, അങ്ങനെ പല രീതിയിൽ പറഞ്ഞ് അല്ലെങ്കിൽ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറയണേ എന്നൊക്കെ പറഞ്ഞാൽ അത് പറയാതിരിക്കുക, പല രീതിയിൽ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ നമ്മളിൽ നിന്ന് അകറ്റുക. അത് ഫ്രണ്ട്സ് തന്നെ ആവണം. ഈ ഉദാഹരണത്തിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, നമ്മുടെ കൊളീഗ്സ് ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് അവസാനം നമുക്ക് ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക.